ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ വേണ്ടിയിട്ട് വീടിന്റെ അടുത്തുള്ള ആളുകളടുത്ത് സക്കാത്ത് പോയി വാങ്ങിയിട്ട് എനിക്ക് ഫുഡ് തന്നിട്ടുണ്ട്. എനിക്ക് ലൈംഗിക അതിക്രമങ്ങൾ ബസ്സിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു 3 ഭാഗത്തെക്കുറിച്ചാണ് എനിക്ക് ചെറുതായിട്ട് പ്രതികരിക്കാനുള്ളത്. ഞാൻ ആ സഹോദരിയുടെ എല്ലാവിധ കാര്യങ്ങളും മാനിച്ചുകൊണ്ട് തന്നെയാണ് പറയാൻ പോകുന്നത്. സഹോദരി, നിങ്ങൾ നേരിട്ട പോരാട്ടങ്ങൾ, നിങ്ങൾ ജീവിതത്തിൽ ഉയർന്നു വന്ന കഷ്ടതകൾ, നിങ്ങൾ നേരിട്ട അതിക്രമങ്ങൾ എല്ലാം അംഗീകരിക്കുന്ന ഈ സമൂഹം ആണ് നിങ്ങളെ ഈ ഒരു രൂപത്തിലോട്ട്, നിങ്ങളുടെ നിലപാടുകളിലോട്ട് മാറ്റിയത് എന്നുള്ളത് വ്യക്തമാണ്. നിങ്ങളുടെ നിലപാടുകൾ, നിങ്ങളെടുക്കുന്ന ചില സ്റ്റെപ്പുകൾ, സ്റ്റാൻഡുകൾ എല്ലാം ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങളുടെ വാക്കുകൾക്ക്, ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ആളുകൾ വില തരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെടുക്കുന്ന സ്ത്രീത്വത്തിൻ്റെ നിലപാടായിക്കോട്ടെ, എന്ത് തന്നെ രാഷ്ട്രീയ നിലപാടായിക്കോട്ടെ, അതിന് ആളുകൾ സമൂഹ മാധ്യമങ്ങളിലായിക്കോട്ടെ, പൊതുമാധ്യമങ്ങളായിക്കോട്ടെ, അതിനൊരു നിലപാട് വരുമ്പോൾ, അതിനൊരു വില വരുമ്പോൾ, ആ ഉത്തരവാദിത്തപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ പ്രതികരിക്കാൻ ശ്രമിക്കണം. നമ്മൾ എങ്ങനെയാണോ ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്, നമ്മൾ എങ്ങനെയാണോ നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നത്, ആശയങ്ങൾ നമ്മൾ എങ്ങനെയാണോ പറയുന്നത്, എങ്ങനെയാണ് നമ്മളുടെ ഭാഷ, നമ്മൾ എങ്ങനെയാണോ ഓരോ കാര്യങ്ങളെയും അവതരിപ്പിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കാം ആളുകൾ റിയാക്ട് ചെയ്യുക. ഇനി അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള ഈ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന കമൻറ്റുകൾ, അതേപോലെ തന്നെ ആ ആളുകൾക്ക് അറിയില്ല, അവർ ഇടുന്ന കമൻറ്റുകൾ അവരുടെ വീട്ടുകാർ തന്നെ വായിക്കുന്നുണ്ടാവും ചിലപ്പോൾ, അത് അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. പക്ഷേ ആ സംസ്കാര നിലവാരത്തോട് നമ്മൾ താഴാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് താങ്കളുടേതായിട്ടുള്ള ഈ ഒരു പോരാട്ടത്തിൻ്റെ മഹത്വവും, താങ്കളുടെ അമ്മ കഷ്ടപ്പെട്ട് വളർത്തേണ്ട ആ ഒരു മഹത്വം എല്ലാം നമ്മൾ കാണുന്നത് താങ്കളുടെ ഈ പ്രതികരണ ശേഷിയിൽ തന്നെ. ആ പ്രതികരണ ശേഷിക്ക് ഒരു ഉത്തരവാദിത്വപരമായിട്ടുള്ള ഒരു ഇടപെടലുകൾ, നിലപാടുകൾ, നമ്മൾ അവതരിപ്പിക്കുന്ന ഭാഷ, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, അത് തന്നെയായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളൊരു ഓർമ്മ. പിന്നെ നാണം കെട്ടും പണം ഉണ്ടാക്കിയിടിൽ, പണം ആ നാണക്കേട് മാറ്റിയിടും എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ കൂട്ടത്തിലല്ല താങ്കൾ എന്നുള്ളത് താങ്കൾക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം വേറെ ഒരു സമൂഹത്തിൻ്റെ സർട്ടിഫിക്കറ്റും താങ്കൾക്ക് ആവശ്യമില്ല. പക്ഷേ ഈ പറഞ്ഞ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, താങ്കളല്ലാത്ത ഒരു കാര്യം താങ്കളെക്കുറിച്ച് പറയുമ്പോൾ താങ്കൾക്ക് ഉണ്ടാകുന്ന വിഷമം ഇതേപോലെ താങ്കളും ചിന്തിക്കണം. താങ്കൾ എടുക്കുന്ന ചില നിലപാടുകളിൽ താങ്കൾ അടച്ചാക്ഷേപിക്കുമ്പോൾ അപ്പുറത്തുള്ള ഒരാളും ഇതേപോലെ വേദനിക്കുന്നുണ്ടാവാം. കാരണം അദ്ദേഹം അല്ലെങ്കിൽ അയാൾ അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, അവർ അത് ഉദ്ദേശിച്ചാവില്ല അത് ചെയ്തിട്ടുണ്ടാവുക. അവരുടെ സ്വഭാവത്തിലേ ഇല്ലാത്ത കാര്യമാകും ചിലപ്പോൾ നമ്മൾ പറയുന്നത്. പിന്നെ ഈ കമൻ്റ് ഇട്ട് അധിക്ഷേപിച്ച് ആശയം കൊണ്ട് നേരിടാണ്ട് അധിക്ഷേപം കൊണ്ട് നേരിടുന്ന ഒരു പർട്ടിക്കുലർ കൂട്ടങ്ങളുണ്ടല്ലോ, അത് ചില ജീവികളുണ്ട്. അവരോട് മൽപ്പിടുത്തത്തിന് പോയാൽ നമ്മുടെ മേലിൽ ചളി പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രീതി. പക്ഷേ ഇനിയെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, നമ്മൾ കൊടുക്കുന്ന നിലപാട്, അതിലൊരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഈ ഒരു പറയേണ്ട അവസ്ഥയൊന്നും വരേണ്ട പ്രായമോ അല്ലെങ്കിൽ അതിനുള്ള അപക്വതയൊന്നും താങ്കളിൽ ആരും കാണുന്നില്ല എന്ന് മാത്രമാണ് ഈ സഹോദരിയോട് സ്നേഹപൂർവ്വം നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.